ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പാരൻറ്റിങ് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. ന്യൂജൻ പാരൻസിന് വേണ്ടി ന്യൂജൻ മദറായ എൻ്റെ മകൾ ആഷ ചെയ്യുന്ന വീഡിയോ ആണ്. ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്താണെന്നോ, അൺകോൺഷ്യസ് ബയസ്, ബോധപൂർവമല്ലാത്ത ചില കാര്യങ്ങളോടുള്ള നമ്മുടെ ചായ്വ്. അതിനെയാണ് അൺകോൺഷ്യസ് ബയസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, പക്ഷേ നമ്മൾ പണ്ടേ തുടങ്ങി ശീലിച്ചു പോരുന്ന ചില കാര്യങ്ങൾ, അക്കാര്യങ്ങളെ നമ്മൾ ചോദ്യം ചെയ്യാതെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു. ഉദാഹരണത്തിന്, നമുക്ക് പലർക്കും കളറിനോട്, നിറത്തിനോട് ഒരു അൺകോൺഷ്യസ് ബയസ് ഉണ്ട്. എങ്ങനെയോ വെളുത്ത നിറം നല്ലതാണ്, അത് കൊള്ളാം എന്നുള്ള ഒരു ബയസ് നമ്മുടെ ഇടയിൽ സർവ്വസാധാരണയാണ്. അത് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ്. എന്താണ് വെളുത്ത നിറത്തിന് ഇത്ര പ്രത്യേകത? നമുക്കറിയില്ല, പക്ഷെ അതിനോടൊരു ചായ്വ്, വെളുത്ത സുന്ദരി എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനെ ഏതെല്ലാം കാര്യങ്ങളിൽ ഈ അൺകോൺഷ്യസ് ബയസ് എന്ന് വെച്ചാൽ ബോധപൂർവമല്ലാത്ത ഈ ചായ്വുകളിലെ ഏതെല്ലാം കാര്യങ്ങളിൽ കടന്നു വരുന്നുണ്ട്, അതേക്കുറിച്ച് ആശ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ഹലോ എവ്രിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേരൻറ്റിങ്ങിൽ അല്ലെങ്കിൽ കുട്ടികളോട് പൊതുവെയുള്ള സമീപനത്തിൽ നമുക്ക് ഉണ്ടാവുന്ന ചില അൺകോൺഷ്യസ് ബയസസിനെ പറ്റിയാണ്. അതായത് ബോധപൂർവം അല്ലാത്ത ചില ചായ്വുകൾ ഉണ്ടാവില്ലേ, അതൊക്കെ. ഇതിൽ ആദ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കുട്ടികളുടെ വലിപ്പം അനുസരിച്ച് നമ്മുടെ പെരുമാറ്റത്തിൽ ഉണ്ടാവുന്ന, സമീപനത്തിൽ ഉണ്ടാവുന്ന ചില വ്യത്യാസങ്ങളാണ്. മിക്കവാറും കാഴ്ചയിൽ അല്ലെങ്കിൽ ആകാരത്തിൽ വലിപ്പമുള്ള കുട്ടികളെ നമ്മൾ എന്തുകൊണ്ടോ മുതിർന്നവരായിട്ട് കണക്കാക്കാറുണ്ട് അല്ലേ. അവരിൽ നിന്ന് നമ്മൾ പ്രായത്തിന് അതീതമായിട്ടുള്ള പക്വത പ്രതീക്ഷിക്കും. അതേ പ്രായത്തിലുള്ള മറ്റു ചെറിയ കുട്ടികളോടുള്ള പോലെയുള്ള സമീപനം ആയിരിക്കില്ല ഇവരോട് ഉണ്ടാവുക. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു അൺകോൺഷ്യസ് ബയസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. രണ്ടാമത് ഉള്ളൊരു പ്രശ്നമാണ് വീട്ടിലെ മൂത്ത കുട്ടിയോടും ഇതുപോലൊരു സമീപനം ഉണ്ടാവാറുണ്ട്. മിക്കവാറും ഇളയ കുട്ടി ഉണ്ടാവുന്ന ആ ദിവസം മുതൽ മൂത്ത കുട്ടിയെ പെട്ടെന്ന് ഒരു മുതിർന്ന ആളായിട്ട് ആളുകൾ കണക്കാക്കാൻ തുടങ്ങും. പെട്ടെന്നൊരു ചേച്ചി അല്ലെങ്കിൽ ചേട്ടൻ്റെ സ്ഥാനം ആ കുട്ടിക്ക് വരും. അതുകൊണ്ട് തന്നെ മിക്കവാറും വിട്ടുവീഴ്ചകൾ ചെയ്യാനും അതുപോലെ അനിയത്തിയോടോ അനിയനോടോ ക്ഷമിക്കാനും ഒക്കെയുള്ള ബാധ്യത ഈ കുട്ടിയുടെ മേലെ നമ്മൾ അടിച്ചേൽപ്പിക്കാറുണ്ട്. പ്രായം കൊണ്ട് അപ്പോഴും ചെറുതാണെങ്കിൽ പോലും ഒരു അനിയനോ അനിയത്തിയോ വരുമ്പോൾ ഇവർക്ക് മിക്കവാറും ഇവരുടെ ബാല്യം തന്നെ നഷ്ടപ്പെടാനുള്ള ഇടവരാറുണ്ട്. ഇനി നമ്മൾ അറിയാതെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിലും നമുക്ക് ചിലപ്പോൾ പാളിച്ചകൾ പറ്റാം. ഇപ്പോൾ വീട്ടിൽ ഒരു കുഞ്ഞ് ചിലപ്പോൾ സ്നേഹം നല്ലോണം പ്രകടിപ്പിക്കുന്ന ഒരാളായിരിക്കും, എപ്പോഴും വന്ന് ഉമ്മ തരും, എപ്പോഴും നമ്മളെ കെട്ടിപ്പിടിക്കും. പക്ഷെ മേ ബി അടുത്ത കുഞ്ഞ് അതുപോലെ ആയിരിക്കണം എന്നില്ല, അല്ലെ, അവർ അത്രത്തോളം പ്രകടിപ്പിക്കണം എന്നില്ല. അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മിക്കവാറും ഇങ്ങോട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്ന കുട്ടിക്കായിരിക്കും അങ്ങോട്ടും തിരിച്ച് അതുപോലെയുള്ള സ്നേഹപ്രകടനങ്ങൾ ലഭിക്കുക കൂടുതലും, അല്ലേ. അവർ ഇങ്ങോട്ട് വന്ന് സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ നമ്മൾ അതുപോലെ റെസിപ്രോക്കേറ്റ് ചെയ്യും, നമ്മൾ തിരിച്ചും അതേ അളവിൽ സ്നേഹം കൊടുക്കും. പക്ഷെ അപ്പുറത്ത് സൈലന്റ് ആയിട്ട് അധികം പ്രകടിപ്പിക്കാത്ത കുട്ടിയാണെങ്കിൽ നമ്മൾ എന്തുകൊണ്ടോ അത് മറന്നു പോയേക്കാം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരേപോലെ പരിലാളനകൾ ആവശ്യമാണ്. അവരിങ്ങോട്ട് പ്രകടിപ്പിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ഒരേപോലെ എപ്പോഴും ധാരാളമായിട്ട് അത് അങ്ങോട്ട് കൊടുക്കണം. ഈ സ്നേഹം പോലെ തന്നെയാണ് മറ്റു വികാരങ്ങളും. ചില കുഞ്ഞുങ്ങൾ എല്ലാ വികാരങ്ങളും വളരെ ലൗഡായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നവരായിരിക്കും. ദേഷ്യമാണെങ്കിൽ അതങ്ങനെ വളരെ ലൗഡായിട്ട് എക്സ്പ്രസ് ചെയ്യും. സങ്കടമാണെങ്കിൽ ഒരുപാട് കരയും, ചിലപ്പോൾ വല്ലാതെ വാശി കാണിക്കും. എന്നാൽ മറ്റേ കുട്ടി ചിലപ്പോൾ വളരെ സൈലന്റ് ആയിരിക്കും, അധികം അങ്ങനെ എക്സ്പ്രസ് ചെയ്യാറില്ല. പൊതുവെ നമുക്ക് വളരെ ഈസി ആയിരിക്കും ആ കുട്ടിയെ ഹാൻഡിൽ ചെയ്യാൻ. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമുക്ക് എളുപ്പമായതുകൊണ്ട് തന്നെ ഈ ഈസി ആയിട്ടുള്ള കുട്ടിയോടായിരിക്കും നമ്മൾ എപ്പോഴും വിട്ടുവീഴ്ച ചെയ്യാനും ക്ഷമിക്കാനും ഒക്കെ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുക. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് എളുപ്പത്തിൽ പരിഹരിക്കാൻ നമ്മൾ ഈ കുട്ടിയോടായിരിക്കും അത് വിട്ട് കളഞ്ഞേക്ക് കുഴപ്പമില്ല. പിന്നെ കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നതും അപ്പുറത്ത് എപ്പോഴും കരയുകയും വാശി പിടിക്കുകയും ചെയ്യുന്ന കുട്ടിക്കും ആയിരിക്കും. അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സമീപനത്തിൽ വന്നേക്കാം. അത് കുട്ടികൾക്ക് ചിലപ്പോൾ പക്ഷപാതപരമായിട്ടൊക്കെ തോന്നാം. അടുത്തത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള എനിക്ക് തോന്നാറുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ചുറ്റുമുള്ള അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ ഒരുപാട് അംഗീകാരം കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ അറിയാതെ മറുവശത്ത് അക്കാഡമിക്കലി അത്ര മികവില്ലാത്ത കുട്ടികളെ നമ്മൾ ചിലപ്പോൾ തഴയാറുണ്ട്, അല്ലേ. സോ എല്ലാ കുട്ടികൾക്കും ഒരേപോലെയുള്ള കഴിവുകൾ ഉണ്ടാവണമെന്നില്ല. അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് റെക്കഗ്നിഷൻ കൊടുക്കാം. അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികളെ നമ്മൾ അംഗീകരിക്കണം. അവർക്ക് എന്താണോ കഴിവുള്ളത് ആ കഴിവുകളെ നമ്മൾ അംഗീകരിക്കണം. ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ അങ്ങനെ കഴിവുകളൊന്നും ഇല്ലായിരിക്കാം, വലിയ ടാലൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും വളരെ കരുണയുള്ള കുട്ടിയായിരിക്കാം, അല്ലെ. ഒരുപാട് സഹാനുഭൂതിയും കരുതലും
മറ്റുള്ളവരെ സഹായിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമൊക്കെ ഉള്ള കുട്ടിയായിരിക്കാം, അതിനുള്ളൊരു മനസ്സുള്ള കുട്ടിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ അതിനെ അംഗീകരിക്കണം, അവരുടെ ആ മനസ്സിനെ നമ്മൾ അംഗീകരിക്കണം. അപ്പോൾ കുട്ടികളെ എങ്ങനെയാണോ അങ്ങനെ അവർ അംഗീകരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കുട്ടികളുമായിട്ടുള്ള ഇടപെടലുകളിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഒരു കുഞ്ഞ് വിളമ്പിയ ഭക്ഷണം മുഴുവൻ കഴിച്ചു തീർക്കുന്നു. അപ്പം നമ്മളത് അവൻ്റെ മിടുക്കായിട്ടൊക്കെ കാണും അല്ലേ. ചിലപ്പോൾ നമ്മളതിനെ പ്രശംസിക്കും, ആ മിടുക്കൻ മുഴുവൻ കഴിച്ചല്ലോ. പക്ഷെ അതേ കുഞ്ഞ് ചിലപ്പോൾ അവൻ്റെ ശരീരത്തിൻ്റെ സൂചനകൾ അനുസരിച്ച് അവൻ്റെ വിശപ്പ് തീരുമ്പോൾ ഭക്ഷണം മതിയാക്കിയാൽ നമ്മൾ അതിന് കുറ്റം പറയും, മുഴുവൻ കഴിക്കുന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കും. പക്ഷെ അത് നല്ലൊരു കാര്യമാണല്ലേ. സ്വന്തം ശരീരത്തിൻ്റെ സൂചനകൾ അനുസരിച്ച് ഭക്ഷണം കഴിക്കുക, മിതമായിട്ട് ആഹാരം കഴിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. അത് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതുപോലെയാണ് പീപ്പിൾ പ്ലീസിങ് എന്നുള്ള ഒരു ട്രേറ്റ് നമ്മൾ അറിയാതെയെങ്കിലും പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അതായത് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുക എന്നുള്ള ഒരു സ്വഭാവം നമ്മൾ വളർത്തിയെടുക്കാറുണ്ട് കുട്ടികളിൽ. ഒരു കുഞ്ഞ് നമ്മൾ പറയുന്നതിനനുസരിച്ച് അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും പ്രകടിപ്പിക്കാതെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെങ്കിലും പ്രോത്സാഹിപ്പിക്കാറുണ്ട് അല്ലേ. അവനൊരു നല്ല കുട്ടിയാ, അവളൊരു പാവമാണ്, നല്ല കുട്ടിയാണ്, നല്ല അനുസരണമുള്ള കുട്ടിയാന്നൊക്കെ പറഞ്ഞ് ഗുഡ് ഗേൾ ആയിട്ട് അല്ലെങ്കിൽ ഗുഡ് ബോയ് ആയിട്ട് ലേബിൾ ചെയ്ത് ആ ഒരു സ്വഭാവത്തെ അങ്ങോട്ട് പരിപോഷിപ്പിക്കും. നേരെ മറിച്ച് സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും അവനവന് വേണ്ടി സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയെ നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കാറില്ല. മിക്കവാറും അവൻ അല്ലെങ്കിൽ അവൾ ധിക്കാരിയായി മാറും അല്ലേ, അധിക പ്രസംഗി, അങ്ങനെയുള്ള ലേബലുകളായിരിക്കും ആ കുട്ടിക്ക് കിട്ടുക. ഇതും നമ്മളിലുള്ള ഒരു അൺകോൺഷ്യസ് ബയസാണ്. നമ്മൾ എന്താണ് പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് വേണം പ്രവർത്തിക്കാൻ. വേറൊരു പ്രശ്നം വരുന്നത്, ഈ കുട്ടികൾ അത്ര സുഖകരമല്ലാത്ത, അതായത് അപ്രിയമായിട്ടുള്ള സത്യങ്ങളൊക്കെ നമ്മളോട് വിളിച്ചു പറയുമ്പോൾ നമുക്ക് അത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ അതത്ര പ്രോത്സാഹിപ്പിക്കില്ല. അങ്ങനെ അപ്രിയമായിട്ടുള്ള സത്യങ്ങൾ പറയാത്ത, അതൊക്കെ മനസ്സിൽ തന്നെ സൂക്ഷിക്കുന്ന കുട്ടികളോടായിരിക്കും നമുക്കൊരു ചായ്വുണ്ടാവുക. പക്ഷേ ആ തുറന്നു പറച്ചിൽ സത്യം പറഞ്ഞാൽ പ്രോത്സാഹനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ കുട്ടി എന്തെങ്കിലും പൊട്ടിച്ചു, എറിഞ്ഞു പൊട്ടിച്ചു, എന്നിട്ട് നമ്മളോട് വന്ന് പറയാണ് ഞാനിത് പൊട്ടിച്ചു. ഉടനെ അവനെ ശകാരിക്കാൻ നിൽക്കാതെ അത് തുറന്നു പറഞ്ഞതിന് അവനെ അപ്രീഷിയേറ്റ് ചെയ്യാം അല്ലേ. ഏതായാലും തുറന്നു പറഞ്ഞതുകൊണ്ട് ഇനി കൂടുതൽ അപകടമില്ലാതെ അത് അവിടെ നിന്ന് പൊട്ടിയ സാധനം അവിടെ നിന്ന് മാറ്റാൻ പറ്റും. പിന്നീട് തീർച്ചയായിട്ടും പറഞ്ഞ് മനസ്സിലാക്കണം ഇങ്ങനെ എറിയാൻ പാടില്ല എന്നും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവനത് ഓൾറെഡി അറിയാം, അല്ലെങ്കിൽ ഇപ്പോൾ എറിഞ്ഞ് പൊട്ടിച്ചപ്പോൾ അവനത് മനസ്സിലായി കാണും. കുട്ടികളുടെ ബ്രെയിൻ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലായതുകൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള ഇമ്പൾസസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ പെട്ടെന്നൊരു കാര്യം ചെയ്തു പോകുന്നത്, അവർക്ക് ചെയ്യരുതെന്ന് അറിയാമെങ്കിൽ പോലും. പിന്നെ ചിലപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് നമ്മളോട് വന്ന് പറഞ്ഞു തന്നിരിക്കും, മമ്മയ്ക്ക് എന്നോട്ട് ഇഷ്ടമല്ല, എനിക്കറിയാം മമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം ചേട്ടനെയാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ശകാരിക്കുകയോ അല്ലെങ്കിൽ അതിന് തീരെ വില കൊടുക്കാതിരിക്കുകയോ ചെയ്യാതെ എന്തുകൊണ്ടാണ് കുട്ടിക്ക് അങ്ങനെ തോന്നുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കുട്ടിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിൽ കാര്യമുണ്ട് അല്ലേ, അത് നമ്മൾ അംഗീകരിച്ചേ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനെ സ്നേഹത്തിൽ വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും കുട്ടിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടാവും. അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. സോ ഇങ്ങനെയുള്ള തുറന്ന പറച്ചിലിനോട് നമുക്കൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി ബോധപൂർവം നമ്മളത് ഓവർകം ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഇനി ഫൈനൽ വൺ, നമ്മുടെ വീട്ടിൽ വിരുന്ന് വരുന്ന കുട്ടികളോട് നമ്മൾ ചിലപ്പോൾ കുറച്ച് സ്നേഹ കൂടുതലും വാത്സല്യ കൂടുതലും ഒക്കെ കാണിക്കാറുണ്ട് അല്ലേ. അത് പക്ഷെ നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ വിഷമം ഉണ്ടാക്കിയേക്കാം. നമ്മളങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഗസ്റ്റിനെ ഏറ്റവും കംഫർട്ടബിൾ ആക്കാനും നമ്മുടെ ഒരു ആതിഥ്യ മര്യാദയുടെ ഭാഗമായിട്ടൊക്കെയാണ്. പക്ഷേ ഈ കുട്ടികൾ തമ്മിലൊരു ഫ്രിക്ഷൻ ഉണ്ടാവാനൊക്കെ ഇത് ഇടയാക്കാം. ചിലപ്പോൾ നമ്മുടെ കുഞ്ഞിന് മറ്റു കുട്ടിയോടൊരു വൈരാഗ്യം തോന്നാം, ഓ ഇവനെയാണ് എൻ്റെ അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ ഇവൻ വരുമ്പോൾ എനിക്ക് എല്ലാം ഷെയർ ചെയ്യേണ്ടി വരുന്നു, എൻ്റെ പല ഇഷ്ടങ്ങളും വേണ്ടെന്ന് വെക്കേണ്ടി വരുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കുട്ടിക്ക് പിന്നെ വീട്ടിൽ ആരും വരുന്നത് തന്നെ ഇഷ്ടമില്ലാതെ ആവും. നമ്മുടെ വീട്ടിൽ മറ്റു കുട്ടികൾ വരുമ്പോൾ ഷെയർ ചെയ്യാൻ നിർബന്ധിക്കുന്നതിന് പകരം നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കുറച്ച് കളിപ്പാട്ടങ്ങൾ എപ്പോഴും കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി മാറ്റി വെച്ചേക്കുക. അപ്പോൾ ആരെങ്കിലും വരുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഒന്നിൽ കൂടുതൽ കുഞ്ഞുങ്ങളുള്ളപ്പോൾ എല്ലാവർക്കും തുല്യ അവകാശമുള്ള കുറച്ച് കളിപ്പാട്ടങ്ങൾ അങ്ങനെ മാറ്റി വെക്കാം. പിന്നെ വീട്ടിലെ ഓരോ കുട്ടിക്കും അവനവന് മാത്രമായിട്ട് കളിക്കാവുന്ന കുറച്ച് കളിപ്പാട്ടങ്ങളും ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു പവർ സ്ട്രഗിൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ ഇതൊക്കെയാണ് പേരന്റിങ്ങിൽ ഞാൻ നിരീക്ഷിച്ച നമ്മളറിയാതെ നമ്മളിൽ കടന്നു കൂടുന്ന ചില അൺകോൺഷ്യസ് ബയസസ്. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു.
ബോധപൂർവമല്ലാതെ നമ്മൾ ചെയ്തു പോരുന്ന ചില ബയസസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. അപ്പൊ ഇത്തരം ബയസസ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി തിരുത്താൻ പാരൻസ് തയ്യാറാവണം. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്